വിജയ്, ഈ കോൺഗ്രസ് ഇപ്പോൾ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ കൊടി ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല. കാരണം കോൺഗ്രസിനെയോ കോൺഗ്രസിന്റെ കൊടിയോ കോൺഗ്രസ്സുകാരെയോ കണ്ടാൽ ജനം എടുത്തിട്ട് അടിക്കും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ്, എവിടെയാണ് സംഭവം? എന്താണ് നമ്മളിത് കേരളത്തിലിരുന്നുകൊണ്ട് പറയുമ്പോൾ ഇത് അതിശോക്തിയായിട്ട് കോൺഗ്രസിന്റെ കൊടി കാണിക്കുക ഇന്ത്യയിൽ പറ്റില്ലേ, എന്ത് പാകിസ്ഥാൻ അതൊക്കെ ചോദിക്കും. പക്ഷേ ഇത് പാകിസ്ഥാനിലെ ഒരു കൊടി കാണിക്കാം, പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിന്റെ കൊടിയാണ്. കോൺഗ്രസിന്റെ കൊടി കാണിക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ കൊടി എന്താണ്? ത്രിവർണ്ണമാണ്. അതവിടെ കാണിക്കാൻ പറ്റുമോ? പക്ഷേ സ്നേഹം അങ്ങോട്ടാണ്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് മനസ്സിലായി കാണും. ത്രിവർണ്ണ പതാകയായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് ഈ കൊടി കാണിക്കാൻ പലയിടത്തും പറ്റുന്നില്ല. മനസ്സിലായോ? അതായത് ഈ യാത്ര ഇപ്പം പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിഷേധം അല്ല, വോട്ട് അവകാശ യാത്ര എന്ന് ഇദ്ദേഹം യാത്ര നടത്താത്തതുകൊണ്ട് ഇവിടെ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റാതെ അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഇപ്പൊ നമ്മളല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയില്ലേ. തോക്കുന്നത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയുന്നത്. അതായത് തോൽവി അംഗീകരിക്കാൻ വയ്യ. സാധാരണ ഞാനത് കേട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ താങ്കൾ തോറ്റു കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതിവിടെ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തവർ തന്നെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന ഒരു വോട്ടവകാശ യാത്ര, അപ്പോൾ അതിൽ നമ്മൾ ഇതിന് മുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മുൻപത്തെ ഇലക്ഷൻ 2024 19 24 19 അമേഠിയിൽ രാഹുൽ ഗാന്ധി പൊട്ടി, ഇറാനിയുടെ ഒപ്പം പൊട്ടി. തലേദിവസം അതിന് മുൻപ് ഇറാനി ഈ ഫിലിം TV മന്ത്രിയായിരുന്നു. അപ്പോൾ അവരെ പിൻവാതിലിലൂടെ മന്ത്രിയാക്കി എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞു സ്മൃതി ഇറാനിയെ പിൻവാതിലിലൂടെ മന്ത്രിയാക്കി വളരെ മോശമായിട്ട്. അതായത് അവരെ പലതരത്തിലുള്ള ഫേവേഴ്സ് കൊടുത്തിട്ടായിരിക്കും അങ്ങനെ മന്ത്രിയായത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ കയറി നോക്കിയപ്പോൾ അവൻ്റെ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ അമ്മയും മോനും എന്ന് പറഞ്ഞിട്ട് ഒരു ലവ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ ശരിക്കുള്ള നിലവാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു? സ്മൃതി ഇറാനിയുടെ മുമ്പിൽ 3 ലക്ഷത്തിലെന്തോ വോട്ടിൽ പൊട്ടി. അത് അങ്ങനെ ചവച്ചു തുപ്പിയ അമേഠിയിലെ ജനം ചവച്ചു തുപ്പിയ രാഹുൽ ഗാന്ധിയെ ചവച്ചു തുപ്പിയ ബബൾഗത്തിനെ വയനാട്ടിലുള്ളവർ ഊതിപ്പെരിപ്പിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? രാഹുൽ ഗാന്ധി എന്ന MP വീണ്ടും ലോക്സഭയിലേക്ക്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അമേഠിയിലെ പരാജയം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് അന്ന് ഇവിടെ ഈ വയനാട്ടിൽ വന്നപ്പോൾ ഈ കോൺഗ്രസിന്റെ കൊടിയല്ല കാണിച്ചത്, മുസ്ലിം ലീഗുകാരായിരുന്നു അതായിരുന്നു വരവേറ്റത്. അപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ കൊടി എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത് ഈ അതിനകത്തൊരു ചന്ദ്രക്കല്ലുണ്ട്, പച്ച, ഈ പാകിസ്ഥാന്റെ കൊടിയായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ ഇവന്മാരെന്ത് ഇതിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ പറഞ്ഞു രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്നു, കേരളത്തിലെ പാകിസ്ഥാൻ അനുകൂലികളാണ് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിചാരിച്ച് ഇയാൾ എന്തൊരു വിടലയാണെന്ന് അവർക്ക് അങ്ങനെ തോന്നി. കാരണം മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അവർ അമേഠിയിൽ പൊട്ടിച്ച്. ഇപ്പോഴും അത് തന്നെയാണ് അതിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം മലപ്പുറത്ത് നിന്നും മറ്റുമൊക്കെ ലീഗിൻ്റെ കൊടിയായിട്ട് വന്ന ഈ ലീഗുകാരെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ 2024 ഇവരെ കൊടി പൊക്കാൻ അനുവദിച്ചില്ല. ചിലരെയൊക്കെ കായികമായിട്ട് പോലും കൊടിയൊക്കെ പിടിച്ച് വാങ്ങിച്ച കമ്പ് പിടിച്ച് തിരിച്ചടി ഓടിച്ച്. അപ്പൊ കാരണം ഇത്തവണ പൊട്ടിയെ തീർന്ന് ഇത്തവണ പ്രതിപക്ഷ നേതാവില്ല. പ്രതിപക്ഷ നേതാവ് അവിടെ അത് ജയിച്ചില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ മല്ലികാർജുൻ ഖാർഗെ, പിന്നെ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനൊക്കെ ചരട് വലിച്ച പോലെ അദ്ദേഹത്തിന് സോണിയാഗാന്ധി ചരട് വലിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി പാർലമെന്റിനകത്തുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി പൊട്ടിയ അതല്ല അവസ്ഥ, പാർലമെന്റ് വെളിയിൽ നിന്ന് ചരട് വലിക്കും. അത് ഭയങ്കര പാടല്ലേ, അത് ഭയങ്കര പാടുള്ള കാര്യം. മുസ്ലിം ലീഗിലേക്ക് മാറിയാ പോരെ കോൺഗ്രസിൽ നിൽക്കാതെ. ഇവർ അതല്ലേ വേറൊരു കോമഡി കേട്ടി. ഞാൻ പറഞ്ഞല്ലോ ഈ വയനാട്ടിൽ പ്രചരണത്തിന് വന്നപ്പോൾ ഈ ഫോട്ടോകൾ പകർത്തിയത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു പാകിസ്ഥാന്റെ കൊടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ് അതിന് മറുപടി പറഞ്ഞു ഇത് പാകിസ്ഥാന്റെ കൊടിയൊന്നുമില്ല, വിവരക്കേട് പറയില്ല, ഇത് മുസ്ലിം ലീഗിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവർ വീണ്ടും അന്ന് അവർക്കൊരു മുസ്ലിം ലീഗ് അറിയുള്ളൂ, ജിന്നയുടെ മുസ്ലിം ലീഗ്. ഈ കേരളത്തിൽ വേറെ മുസ്ലിം ലീഗ് ഉണ്ടോ എന്ന് പറഞ്ഞു. അവർക്ക് അപ്പൊ പാകിസ്ഥാനിലെ പാർട്ടികളുടെ പാകിസ്ഥാന്റെ കൊടി പോരാഞ്ഞിട്ട് പാകിസ്ഥാനിലെ പാർട്ടിയുടെ കൊടിയും കൂടെ നീയൊക്കെ പിടിച്ചു അതെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം പൊട്ടിയത്. അപ്പൊ എന്തായാലും ഇപ്പം ലീഗുകാരെ ഇവിടെ നിന്ന് അടുപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. ലീഗുകാരുടെ നിന്ന് കൊടിയൊക്കെ പിടിച്ചു വാങ്ങിച്ച് ഓർഡറാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടു. അപ്പൊ എന്തായാലും എന്നിട്ട് ഇങ്ങനെ ചുമ്മാ എന്നൊക്കെ പറഞ്ഞു, അതായത് ഇങ്ങനെ കാണിക്കും പക്ഷെ വോട്ട് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട്
അന്നമാണ്. അല്ല അന്നമല്ല, ഭാവി പ്രധാനമന്ത്രിയാണ്, എന്തെങ്കിലും ചെയ്യണം. അതെ, ഭാവിയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഈ ചന്ദ്രക്കല വച്ചിരിക്കുന്ന സ്ഥലം മാത്രമേ ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ഈ രണ്ട് കൊടികൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരിടത്ത് വലത്തെ സൈഡിലാണെങ്കിൽ ഇവർക്ക് ഇടത്തെ സൈഡിലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിച്ചാൽ ഇതിൻ്റെ നിറവും ഇതിൻ്റെ പാറ്റേണും ഒക്കെ ഒരു വെള്ളയും പച്ചയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ മലപ്പുറത്ത് അല്ലെങ്കിൽ വയനാട്ട് പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു ആക്ഷേപം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് അവർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കാലങ്ങളായിട്ട്. എന്താ ഈ തെക്കേ ഇന്ത്യ, കേരളത്തിൽ എല്ലാം തന്നെ ഈ മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് ടൈപ്പ് എന്നുള്ളത്. ഇവർ ടൈപ്പിനായിട്ട് ആരുടെ കൂടെയും കൈ കൊടുക്കും എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗ് എന്നുള്ളത് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ജിന്നയുടെ മുസ്ലിം ലീഗ് എന്നുള്ളത്. ഞാൻ പറയുന്ന സാധാരണ ആൾക്കാരുടെ കാര്യമാണ്. അവർക്ക് ഈ വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ലല്ലോ. അവർ വിചാരിച്ചിരിക്കുന്ന കേരളത്തിൽ ഇങ്ങനൊരു മുസ്ലിം ലീഗ് ഉണ്ട്, അത് പാകിസ്ഥാൻ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗാണ്, അതുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൈ കോർക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവർക്ക് അത്ര വിവരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഈ വോട്ടധികാര യാത്ര, വോട്ടവകാശ യാത്ര, അതിൽ ഈ എന്താണ് ഈ യാത്ര നടക്കുന്ന സമയത്ത് ആർക്കും സംശയം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇദ്ദേഹം ആരാണെന്നുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ ഒരു ഇതുമില്ല, കൊടിയും കാര്യങ്ങളും ഒന്നുമില്ല, മാധ്യമങ്ങൾ ഇതില്ല. അതിൽ ചില ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇത് പോകുമ്പോൾ വളരെ ശോകമാണ്. കാരണം ആരുമില്ല. രാഹുൽ ഗാന്ധി അത് ഇല്ല. ഈ നൻപക്കൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ ഒരു നാടക ട്രൂപ്പ് ഇങ്ങനെ മമ്മൂട്ടിയും കുടുംബം ഒരു നാടക ട്രൂപ്പിൽ ഇങ്ങനെ പോവുകയാണ്. വണ്ടി അതെവിടെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഇവരിങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങി നടക്കാറുണ്ട്. ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുക സ്റ്റേക്ക് വേണ്ടി. അതുപോലെ ഇവർ ഇങ്ങനെ ഒരു നാടക ട്രൂപ്പ് നടന്നു പോകുന്ന പോലെ വണ്ടി പഞ്ചറായിട്ട് ഇറങ്ങി നടക്കൂലേ, അതുപോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ എന്താണ് ഇപ്പം ഇതിന് താഴേക്ക് ഒരുപാട് കമൻറ്റ് വരും. എന്താണ് ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ് വരും. കള്ളന് കഞ്ഞി വെച്ചവൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റ്, കഞ്ഞി കണ്ണടം വഴി രാഹുൽ ഗാന്ധിയെ പറയാൻ നിനക്കെന്ത് യോഗ്യത? രാഹുൽ ഗാന്ധിയെ പറയാൻ എന്ത് യോഗ്യത എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടോ അതേ യോഗ്യത തന്നെയാണ്. അല്ലാതെ നരേന്ദ്രമോദി ഇപ്പൊ നമ്മൾ പാർട്ടി ഇതായിട്ടല്ല പറയുന്നത്. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെ, അമേരിക്ക നമുക്ക് താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന രണ്ട് വലിയ ശക്തികളാണ് റഷ്യയും ചൈനയും. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം. രാഹുലായിരുന്നുവെങ്കിലോ? ഈ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആദ്യത്തെ ആരോപണം എന്തെന്ന് ഓർമ്മയുണ്ട? ഞാൻ പറഞ്ഞു 2014 ഇലക്ഷൻ നടക്കുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ എനിക്ക് ഓർമ്മയുണ്ട്, നരേന്ദ്രമോദി ഇതേപോലെ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ്. എന്ത് സംഭവം? നരേന്ദ്രമോദി കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു, ചാനലിൽ വിളിച്ചുകൊണ്ട് വന്ന് ആ സ്ത്രീ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് എന്നെ കളഞ്ഞിട്ട് പോയതൊന്നുമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആത്മീയ ജീവിതമാണ് താല്പര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം സന്യാസം പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്ലിങ് ആയി. അവിടെ വലിയ സംഭവം പോലെ. അല്ലെങ്കിൽ തന്നെ എന്തോ അതിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു സന്യാസ ജീവിതം സ്വീകരിച്ചു. പിന്നെ രാഷ്ട്രീയത്തിൽ അത് വ്യക്തിപരം. അപ്പോൾ അവിടെ മനസ്സിലായി വ്യക്തിപരമായിട്ടുള്ളത് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ എവിടെ നിന്നുള്ള ഭാര്യമാരെ കൊണ്ടുവരേണ്ടി വരുമായിരിക്കും അല്ലേ? അങ്ങനെ നരേന്ദ്രമോദിക്ക് അത് തിരിച്ചു ചെയ്യാത്തതെന്ന് അറിയാമോ? കാരണം അറിയില്ല എവിടെയൊക്കെ പോകേണ്ടി വരും അറിയാൻ പറ്റൂ. കാരണം ഇതിപ്പോ ഇയാൾക്ക് എളുപ്പമായിരുന്നു പണി. ആർക്ക്? രാഹുൽ ഗാന്ധിക്ക്. നരേന്ദ്രമോദിക്ക് പറ്റില്ല അത്. കാരണം സമയമില്ല അതിനുള്ള. ഒരു 10 വർഷം വേണ്ടി വരും അതിന് പോവുകയാണെങ്കിൽ. അതെ, അപ്പൊ അതിനുള്ള സമയമില്ല. അത് ഈവൻ അതിനു വേണ്ടി. അപ്പൊ അതൊന്നും അർഹിക്കുന്ന അവഗണനയോടെ തള്ളുക.